പറ്റും. അങ്ങനെയാണെങ്കിൽ ആ കേസ് സ്റ്റഡി വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പാറ്റേണിലാണ് കൊണ്ട് ഒരു തേർഡ് പേഴ്സൺ അത് വായിക്കുന്ന സമയത്ത് ഒരു ക്ലിയർ പിക്ചർ ജനറേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. സോ ഒരു കണക്ഷൻ, ഒരു കഥ ഇങ്ങനെ പറയും പോലെ നമുക്ക് ഒരു വെറുതെ കുറെ ഹെഡിങ്, അതിന്റെ നേരെ നേരെ കുറെ ടെക്നിക്കൽ ടേംസ്, ഹെൽത്തി, നോർമൽ എന്നുള്ള സിമ്പിൾ വേർഡ്സ് എഴുതാതെ ഓരോ സ്റ്റേറ്റ്മെന്റ്സുകളായിട്ട് നിങ്ങൾ അയാളുടെ അറ്റൻഷൻ ഇങ്ങനെയാണ്, അയാളുടെ ലെവൽ ഓഫ് ഇൻസൈറ്റ് എങ്ങനെയാണ്, അയാളുടെ മൂഡ് ഇതാണ്, അത് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ മൂഡാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ സിമ്പിൾ വേർഡ്സിൽ എഴുതുക. അത് നമുക്കൊരു ക്ലാരിറ്റി തരും സിറ്റുവേഷൻസിൽ. അപ്പൊ ഇയാളുടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ഈ ഒരു പെർട്ടിക്കുലർ മെന്റൽ ഹെൽത്ത് കണ്ടീഷനിലേക്ക് ഇയാളെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായി, അതിൽ റിലേഷൻഷിപ്പിൽ ഇന്ന ആൾക്കാരായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ട്, മാരിറ്റൽ കോൺഫ്ലിക്റ്റ് ആണ് വിചാരിക്കും, അപ്പം ഫാമിലി ലൈഫ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അയാളുടെ പാരന്റ്സിന്റെ ഫാമിലി ലൈഫിൽ മാരിറ്റൽ കോൺഫ്ലിക്ട്സ് കുട്ടിക്കാലം മുതൽ ഉണ്ടായിരുന്നു. നിങ്ങൾ സൈക്കോ അനാലിസിന്റെ പേഴ്സണാലിറ്റിയിലെ ഫ്രോയിഡിന്റെ ഒക്കെ തിയറിയൊക്കെ പഠിച്ചിട്ട് ഉണ്ടാകുന്ന സമയത്ത് ആ സൈക്കോ സെക്ഷൽ സ്റ്റേജസിലൂടെ കടന്നു വരുന്ന സമയത്ത് ഓരോ സ്റ്റേജിനും എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്കറിയാം. ആ ഓരോ സ്റ്റേജിലൂടെയും കേസ് സ്റ്റഡി നമുക്ക് പോകുന്ന സമയത്ത് ഓരോരോ ഇവന്റ്, എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. സെക്ഷൽ ഹിസ്റ്ററി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം. ചിലപ്പോൾ ചൈൽഡ്ഹുഡ് അബ്യൂസ് വന്നിട്ടുണ്ടാവാം, ഹോമോസെക്ഷുവാലിറ്റിയുടെ പാറ്റേൺസ് ഉണ്ടാവാം, ഫാമിലി ഇഷ്യൂസിൽ കപ്പിൾസിന്റെ ഇടയിൽ പാരനോയിഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, സംശയം പോലുള്ള ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫോബിയ പോലുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. അങ്ങനെയുള്ള എലമെന്റുകൾ ഓരോന്ന് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷന്റെ പാറ്റേൺ ഹിസ്റ്ററി, പാരന്റിന് ഡ്രഗ് അഡിക്ഷന്റെ പാറ്റേൺ ഉണ്ടാവാം. അങ്ങനെ പാരന്റ് ഫാമിലി ലൈഫിൽ വേറെ ആർക്കെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഇതൊക്കെയാണ് ഒരു കേസ് സ്റ്റഡിയിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്കീസോഫ്രീനിയ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയൊക്കെയുള്ള അസുഖങ്ങൾ, സൂയിസൈഡ് അറ്റംപ്റ്റുകൾ, സൂയിസൈഡ് ഇഷ്യൂസ് ഒക്കെ ഫാമിലി ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഇവരാരെങ്കിലും സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കസിൻസ്, നീസ്, അങ്ങനെയൊക്കെ ആരെങ്കിലും അങ്കിൾ, ആ ഒരു കിങ്ഷിപ്പ് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ മരിക്കുക, അപകടത്തിൽപ്പെട്ട് മരണം, ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വളരെ മെന്റൽ ഹെൽത്തിലേക്ക് റൂട്ട് ചെയ്യുന്ന ചില ഇഷ്യൂസ് ആണ്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതേപോലെ ഫാമിലിയിൽ മറ്റേതെങ്കിലും ആൾക്കാർക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കാം. ജനറ്റിക് ആയിട്ടുള്ള ഒരു എലമെന്റ് നമുക്ക് അതിന് ട്രേസ് ചെയ്തെടുക്കാം. ദെൻ അവരുടെ മറ്റു കാര്യങ്ങളും, ഹാബിറ്റ്സ്, പ്രിഫറൻസസ്, അതൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റി തരണം എന്നുണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. നിങ്ങൾക്ക് തീരെ മനസ്സിലാവാത്ത ഏതെങ്കിലും ഏരിയ അതിലുണ്ടെങ്കിൽ നമുക്കത് ഒന്നും കൂടി ആഡ് ചെയ്ത് പറയാം. ഒരു ക്ലിനിക്കൽ ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് നമ്മൾ കെയർ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ, അതിൽ പ്രധാനമായിട്ടും അവരുടെ ഇത്തരത്തിലുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമ്മൾ മെഷർ ചെയ്യണം എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ അപ്പിയറൻസ്, അവരുടെ കോഗ്നിഷനൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല, ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവില്ല. നമ്മളതിൽ സ്റ്റിമുലസ് കൊടുക്കണം, ഒരു ചോദ്യം ചോദിക്കണം, ഒരു സിറ്റുവേഷൻ കൊടുക്കണം. ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ ഒരു പേഴ്സ് കിട്ടി, ആ പേഴ്സ് ഒരു അഡ്രസ് ഉള്ള ഒരു പേഴ്സ് കിട്ടി, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ തരുന്ന, നിങ്ങൾ ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിംഹാൻസിലെ ഒരു സൈക്കാട്രിസ്റ്റ്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടി നടത്തുന്ന ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ തന്നെ ചോദിക്കുക എന്നുള്ളതല്ല, ആ ചോദ്യങ്ങൾ പോലെ നമുക്ക് ഒരുപാട് ഒരു ക്ലസ്റ്റർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ റെസ്പോൺസിൽ നിന്ന് ഇയാൾ നോർമൽ ആണോ, ഇയാളുടെ തോട്ടുകളൊക്കെ കണക്റ്റഡ് ആണോ, അപ്രോപ്രിയേറ്റ് ആണോ, അല്ലെങ്കിൽ ചെയിൻ ഓഫ് തോട്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഡീറെയിൽമെന്റ് ഉണ്ടോ, ടാൻജൻഷ്യൽ ആയിട്ടുള്ള തോട്ട്സ് ആണോ പോകുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് തോട്ടിൽ മറ്റെന്തെങ്കിലും തോട്ട് ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ഓക്കെ,
ഓക്കെ, ആ ഒരു ഇഷ്യൂല് ആ ഒരു ഏരിയയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വർക്ക് ഈ ക്ലിനിക്കൽ ഇന്റർവ്യൂ, കൗൺസിലിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് വെക്കുക എന്നുള്ളത് തന്നെയാണ്. ദെൻ നിങ്ങൾക്ക് പേഴ്സണാലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യനെയർ വരുന്നുണ്ട്. ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു ടൂള് വരുന്നുണ്ട്. പെർസീവ്ഡ് സ്ട്രെസ് സ്കെയിൽ വരുന്നുണ്ട്. പെർസീവ്ഡ് സ്ട്രെസ് സ്കെയിൽ എന്നാണ് അതിൻ്റെ ഒരു PDF ആണ് ലിങ്കായിട്ട് തന്നിട്ടുള്ളത്. ഞാൻ ആ ലിങ്ക് ഇപ്പോൾ എടുത്തിട്ട് ഗ്രൂപ്പിലൊന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളതൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇതിൻ്റെ PDF കിട്ടും. അത് ഡയറക്റ്റ് ലിങ്ക് അതിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. പെർസീവ്ഡ് സ്ട്രെസ് സ്കെയിൽ എന്നാണ് അത് പറയുന്നത്. അതിൽ 10 items ആണുള്ളത്. അത് ഈ ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്കോർ ചെയ്യാം. അത് വായിച്ചിട്ട് അത് സ്കോർ ചെയ്യുക. സ്കോർ ചെയ്തിട്ട് അതിന്റെ സ്കോർ എല്ലാവരും ഗ്രൂപ്പിൽ ഒന്നുണ്ട്. അതിന്റെ ഗ്രൂപ്പ് മീൻ നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ക്ലിനിക്കൽ സ്റ്റുഡൻസ് അത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 5 പേജേ ഉള്ളൂ, ചെറിയൊരു ഫയലാണ്. അതിൽ പെർസീവ്ഡ് സ്ട്രെസ് സ്കെയില് ഷെൽഡൻ കോഹൻ എന്നുള്ള ഓതറാണ് ഇത് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ബാക്കി ഡിസ്കഷൻസ് നമുക്ക് അടുത്ത സെഷനിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് അടുത്ത സെഷനിൽ നടത്താം. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടല്ലോ? ഓക്കെ സർ. ജനറലി നമ്മൾ ഒരു 5 പ്രാക്ടിക്കൽ എങ്കിലും ചെയ്യാറുണ്ട്. സോ ഇവിടെ നമുക്കിപ്പം 3 ഡയമെൻഷൻസിലാണ് ഇത് വന്നിട്ടുള്ളത്. പെർസീവ്ഡ് സ്ട്രെസ് സ്കെയിൽ നിങ്ങൾ ചെയ്യാം, പേഴ്സണാലിറ്റി ചെയ്യാം, ദെൻ ഒരു ക്ലിനിക്കൽ ഇന്റർവ്യൂ ചെയ്യാം. ദെൻ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതിൽ കാണുന്നുണ്ട്. ഇമോഷണൽ ഇന്റലിജൻസ് ഒരു എന്താ പറയാ, ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു ലിങ്ക് വീഡിയോ ഡാനിയൽ ഗോൾഡ്മാൻ ആണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ള എലമെന്റ് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റ്. ബിഫോർ ഗോൾഡ്മാൻ നമ്മളൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിരുന്നു നമ്മുടെ അക്കാദമിക് ആക്ടിവിറ്റി, കരിയർ അല്ലെങ്കിൽ വൊക്കേഷണൽ അനാലിസിസുകളും ഇന്റർവ്യൂസും ഒക്കെ ഇന്റലിജൻസ് ബേസ്ഡ് ആയിരുന്നു. ഇന്റലിജൻസ് എന്നുള്ള എലമെന്റ് ആണ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ഇന്റലിജന്റ് പേഴ്സൺ വിൽ ബി എ സക്സസ്ഫുൾ പേഴ്സൺ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു പോകുന്നത്. സോ ലേറ്റർ റിസർച്ചുകൾ റിവീൽ ചെയ്തിട്ടുള്ള ഇന്റലിജൻസ് ഷാൽ നോട്ട് ബി എ ഫാക്ടർ ഫോർ മെന്റൽ ഹെൽത്ത് ഓർ സക്സസ് ഓർ ഹെൽത്തി സർവൈവൽ എന്നുള്ള രീതിയിലേക്ക് റിസർച്ചുകൾ വന്നു. ഇന്റലിജൻസ് ഉള്ള വളരെ ഇന്റലക്ച്വലി സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരുടെ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് വളരെ വീക്ക് ആയിട്ടുള്ള ധാരാളം റിപ്പോർട്ടുകൾ, അവരുടെ സക്സസ് റേറ്റ് വളരെ കുറവായിട്ടൊക്കെ കാണുന്ന അവസ്ഥ. സോ ബിയോണ്ട് ഇന്റലിജൻസ്, മോർ ദാൻ ഇന്റലിജൻസ്, സംതിങ് എൽസ് മാറ്റേഴ്സ്. ഒരു ആവറേജ് ഇന്റലിജൻസ് ഉള്ള ഒരുപാട് ആൾക്കാർ ലൈഫിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കാണുന്നു. അവരുടെ കരിയർ, അവർ ആ ഒരു ആവറേജ് ഇന്റലിജൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അവർ വളരെ ഹെൽത്തി ആയിട്ടും വളരെ സക്സസ്ഫുൾ ആയിട്ടും വളരെ പ്രോഗ്രസീവ് ആയിട്ടും പോകുന്നു. സോ അവരിൽ അത്തരം വ്യക്തികളുടെ ഒരു ഒബ്സർവേഷനിൽ നിന്നും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇന്റലിജൻസിന്റെ പോലെ തന്നെ ഒരു ഇമോഷണൽ കോഷ്യന്റ്, IQ പോലെ ഇമോഷൻ എന്നുള്ള ഒരു എലമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ഡോമിനൻസ് എന്നൊക്കെ പറയാം. സോ വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ വിൽ ബി എൻ ഇമോഷണലി ഇന്റലിജന്റ് പേഴ്സൺ എന്നുള്ളൊരു എലമെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എ പേഴ്സൺ ഹു ഈസ് വെൽ അവെയർ ഓഫ് ഹിസ് ഓൺ ഇമോഷൻസ്.
നമ്മൾ അവർ ഓൺ ഇമോഷൻസിന്റെ മുകളിലുള്ള അവയർനെസ്, അണ്ടർസ്റ്റാൻഡിങ്, കോമ്പിറ്റൻസി ഇൻ മാനേജിങ് ഇമോഷൻ, കൺസിസ്റ്റൻസി ഇൻ മാനേജിങ് ഇമോഷൻ, നമ്മളുടെ ഇമോഷണൽ എക്സ്പ്രഷൻസിൽ, ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെയുള്ള കോമ്പിറ്റൻസി, എക്സ്ട്രീം ആയിട്ടുള്ള ഇമോഷൻസിലേക്ക് പോവാതെ ഇമോഷൻസിനെ സെൻസിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത്, ഇമോഷൻസിന്റെ മുകളിൽ മാനേജ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത്, ഇമോഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും മാനേജ് ചെയ്യാനും സെൻസിബിൾ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊക്കെയുള്ള പറയുന്ന ഒരവസ്ഥ. സോ എ പേഴ്സൺ ഈസ് ഇമോഷണലി ഇന്റലിജന്റ് വെൻ ഹി ഈസ് ഏബിൾ ടു ഐഡന്റിഫൈ ഹിസ് ഓൺ ഇമോഷൻസ്. നമ്മളുടെ ഇമോഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുക, നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാവും, സെൽഫ് നോളജ് അല്ലെങ്കിൽ സെൽഫ് ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ട് നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ ആണ് ഇമോഷണലി കോമ്പിറ്റന്റ് ആയിട്ടുണ്ടാവുക. സോ എൻ്റെ ഇമോഷൻസ് എങ്ങനെയൊക്കെയാണ്, എൻ്റെ ഇമോഷൻസിന്റെ പോസിബിലിറ്റീസ്, അതിൻ്റെ വീക്ക്നെസ്സസ്, അതിൻ്റെ കപ്പാസിറ്റി, ഇതിനെ കുറിച്ചൊക്കെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ബേസിക്കലി ഇമോഷണൽ ഇന്റലിജൻസിലേക്ക് ലീഡ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോ അതേഴ്സ് ഇമോഷൻസ്. ബാക്കിയുള്ള ആൾക്കാരുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, നമ്മളുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, മറ്റുള്ള ആൾക്കാരുടെ ഇമോഷൻസ് മനസ്സിലാക്കുക. സോ ഇങ്ങനെ ഒരു വ്യക്തിക്ക് സാധിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തേർഡ് ഫേസിൽ ജനറേറ്റ് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷൻ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ സോഷ്യൽ റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും. ഇവർ എൻ്റെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാവുന്നു, മറ്റുള്ള ഒരാളുടെ ഇമോഷൻ എനിക്ക് മനസ്സിലാവുമ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് സോഷ്യൽ റിലേഷൻഷിപ്പ്, ഹെൽത്തി സോഷ്യൽ റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും. അവരുടെ സോഷ്യൽ റിലേഷൻഷിപ്സ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ്, ഡീവിയേഷൻസ്, അതിൽ വരുന്ന ബ്രേക്സ്, ഇതിനെയൊക്കെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനെ അവർ കുറച്ചും കൂടി സൂത്തനിങ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹാൻഡിലിങ് ഹെൽത്തി റിലേഷൻഷിപ്പ്, മറ്റുള്ള ആൾക്കാരുമായിട്ട് അവരുടെ ഇമോഷൻസിനെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡീലിംഗ് ആയിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുക. അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ഒരു എലമെന്റിലേക്ക് അവർ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ ഒരു ഫേസിലേക്ക് എത്തുമ്പോൾ അവർ സോഷ്യലി റിലേറ്റഡ് ആവുന്നത് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ്, ആ ഫ്രണ്ട്ഷിപ്പ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇമോഷണലി ഇന്റലിജന്റ് ആയിരിക്കും. ദെൻ ഒരു ഫോർത്ത് ഡയമെൻഷനായി നമ്മൾ കാണുന്നത് ഇമോഷണലി ഇന്റലിജന്റ് പീപ്പിൾ വിൽ ബി ഏബിൾ ടു മോട്ടിവേറ്റ് ദെംസെൽഫ് ആൻഡ് അതേഴ്സ്. ഒരു മോട്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, നമ്മളെ സ്വയവും മറ്റുള്ള ആൾക്കാരെയും മോട്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു ഫാക്ടറായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ഇമാജിൻ ചെയ്തു, ഒരുപാട് ഹെൽത്തി സോഷ്യൽ റിലേഷൻഷിപ്പ്, ഇവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനും സ്വയം മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെയുള്ള കപ്പാസിറ്റി ഉള്ള ഒരാൾ. അങ്ങനെയുള്ള ആൾക്ക് അയാളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്ത് സപ്രസ് ചെയ്ത് വെക്കുക എന്നുള്ളതല്ല. ഒരു ഇമോഷനും എക്സ്പ്രസ് ചെയ്യാതെ പോകുന്ന ആൾക്കാരുണ്ട്. ദേ ആർ നോട്ട് ഇമോഷണലി ഇന്റലിജന്റ്. മാനേജ്മെന്റ് ഓഫ് ഇമോഷൻ, അതാണ് നമ്മൾ പറയുന്നത്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യേണ്ട സമയത്ത് എക്സ്പ്രസ് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ഒപ്റ്റിമം ഹെൽത്തി ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിൽ പോകുന്ന സമയത്ത് ദേ വിൽ ബി സക്സസ്ഫുൾ, ദേ വിൽ ബി ബെറ്റർ ഇൻ ദർ മെന്റൽ ഹെൽത്ത്. അങ്ങനെയുള്ള ആൾക്കാർ കുറച്ചും കൂടി ഒരു സോഷ്യൽ സിനാരിയോയിൽ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി വെൽ ബിഹേവ്ഡ് ആയിരിക്കും, ജെന്റിൽ ആയിരിക്കും, ഡെമോക്രാറ്റിക് ആയിരിക്കും. അവർക്ക് എംപതി എന്നുള്ള ഇമോഷൻ വളരെ എംപതി എന്നുള്ളൊരു സ്കില്ല് ഉണ്ടായിരിക്കും. എംപതി മീൻസ് മറ്റുള്ള ആൾക്കാർ അവരുടെ സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥ. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില ബൗണ്ടറീസ് ഉണ്ടായിരിക്കും. നമ്മളുടെ ബ്രിങ്ങിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ചില പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടായിരിക്കും, പെർസെപ്ഷൻസ് ഉണ്ടായിരിക്കും, പേഴ്സണൽ ഔട്ട്ലുക്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രെജുഡീസ് ഉണ്ടായിരിക്കും. എംപതി ഉള്ള ഒരു വ്യക്തിക്ക് ഈ സെൽഫ് പേഴ്സണൽ പ്രെജുഡിസ്റ്റിക് ആയിട്ടുള്ള ഔട്ട്ലുക്കും പെർസ്പെക്റ്റീവും മാറ്റി വെച്ചിട്ട് മറ്റൊരാൾ അയാൾ ഏതൊക്കെ പേഴ്സ്പെക്റ്റീവിലും ബാക്ക്ഗ്രൗണ്ടിലാണ് വളർന്നു വന്നിട്ടുള്ളതെന്നും അയാൾക്ക് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ അയാൾ ചെയ്യാൻ അയാളെ ലീഡ് ചെയ്തിട്ടുള്ള സർക്കംസ്റ്റാൻഷ്യൽ
അപ്ബ്രിങ്ങിങ്ങിന്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസ് ഇതൊക്കെ മനസ്സിലാവുന്ന ഒരാളായിരിക്കും എംപത്തറ്റിക് എന്ന് പറയുന്നത്. മറ്റുള്ള ആൾക്കാരെ അവരുടെ സ്ഥാനത്ത് തന്നെ നിന്ന് അവരെ പോലെ എങ്ങനെ ഒരു പെർട്ടിക്കുലർ ലെവലിൽ ബിഹേവ് ചെയ്തു എന്നുള്ളത് ആ ഒരു കണ്ടീഷനിൽ താതാത്മ്യപ്പെടുകയല്ല, ഒരു എംപത്തി എന്ന് പറയുന്ന ആ ഒരു അനുരഞ്ജനപ്പെട്ടിട്ട് അവരുമായിട്ട് ചേർന്ന് നിന്നിട്ട് എന്താ പറയാ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്, പുട്ടിങ് ഒരാളുടെ ചെരുപ്പ് നമ്മൾ എടുത്തിടുന്ന പോലെ, അയാളുടെ ചെരുപ്പിന് ഷൂവിന്റെ ഉള്ളിൽ നമ്മൾ കയറി നിൽക്കുന്ന പോലെ നമ്മൾ അയാളെ മനസ്സിലാക്കുന്ന ഒരവസ്ഥ. നമ്മളുടെ ചില പെർസെപ്ഷൻസ് മാറ്റി വെച്ചിട്ട് മറ്റൊരാളുടെ ലൈഫിലേക്ക് അയാൾ ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പ് നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും എന്ന് നമ്മൾ കൊളോക്കിയലി പറയുന്ന പോലെയാണ് ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾ എംപത്തറ്റിക് ആണ്. ഫോർ എ കൗൺസിലർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. നമുക്ക് ഒരു തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് സെഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു സ്റ്റുഡൻറ് ചിലപ്പം കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളായിരിക്കും. കഞ്ചാവ് ഉപയോഗിച്ച് ടീച്ചേഴ്സ് പിടിച്ച് അല്ലെങ്കിൽ പാരൻസ് ഡിറ്റക്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ കൗൺസിലിങ്ങിന് കൊണ്ടുവരും. സോ നിങ്ങൾ ആ കുട്ടിയെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും, കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പെൺകുട്ടി സ്ഥിരമായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നു, നിങ്ങളുടെ മുന്നിൽ കൗൺസിലിങ്ങിന് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് സാധാരണ ഒരാള് ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു മനോഭാവമല്ല, ആറ്റിറ്റ്യൂഡല്ല നമുക്ക് വേണ്ടത്. നമുക്കൊരു എംപത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ അവിടെ വേണം. നിങ്ങളൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സിറ്റുവേഷനിൽ ആ കുട്ടി ജീവിക്കുന്ന എൻവയോൺമെന്റൽ കണ്ടീഷനിലൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ ബിഹേവ് ചെയ്യാമായിരുന്നു എന്നുള്ള രീതിയിൽ ഒക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അതൊരു പോസിബിലിറ്റിയാണ്. ആ ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻസും ആ പാരന്റിങ്ങിന്റെ പാറ്റേണും അക്കാദമിക് ഓറിയന്റേഷനുള്ള സ്ട്രെസ് ഇഷ്യൂസ്, കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ കൂടി ആ കുട്ടിയിൽ എത്തിച്ചിട്ടുള്ള ആണ്. അവിടെ പ്രജുഡിസ്റ്റിക് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സും അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള മറ്റു തരത്തിലുള്ള ലാബലിംഗും അല്ല നമ്മൾ നടത്തുന്നത്. എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ നടത്തുന്നത്. അപ്പോൾ ഇമോഷണൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. സോ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ പറ്റുന്ന സമയത്ത് അവർ ചെയ്യുന്നതിൽ അവർക്ക് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ മറ്റു പല ഇഷ്യൂസും ലേക്ക് ലീഡ് ചെയ്തതാണെന്ന് മനസ്സിലാവാനും ഒക്കെ സാധിക്കും. ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഇമോഷണലി ഇന്റലിജന്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടൊരു കൗൺസിലിംഗ് സ്കിൽ എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു എന്താ പറയാ, മെഷർമെന്റ് എന്നുള്ള രീതിയിലേക്ക് അത് വരുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എങ്ങനെയാണ് അത് ഒരു സ്കൂൾ കൗൺസിലർ എന്ന രീതിയിൽ ക്ലാസ് റൂം ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വേണ്ട ടൈപ്പ് ദി എന്താ പറയുക വന്നിട്ടുള്ളത് ഞാൻ വായിക്കാം. ഈസ് ദർ എനി റോൾ ഡിഫൈൻ ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ മെയിൻ ഡൊമൈൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ആസ് പ്രപ്പോസ്ഡ് ബൈ ഡാനിയൽ ഗോൾമാൻ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഗോൾസ് അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഡൊമൈൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. ആ രീതിയിൽ നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക, ഇമോഷണൽ ഇന്റലിജൻസ്. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ഇന്റലിജൻസ് പോലെ തന്നെ ബ്രെയിനിന്റെ ഒരു കപ്പാസിറ്റി ആയിട്ട് തന്നെ ഇമോഷണൽ ഇന്റലിജൻസിനെ കാണാം. ലിംബിക് സിസ്റ്റം ഒക്കെയാണ് നമ്മൾ ഇമോഷൻസ് മാനേജ് ചെയ്യുന്നത്. ഇമോഷൻസ് കുറച്ചുകൂടി പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. എല്ലാ ആനിമൽസിലും ഇമോഷൻസ് ഉണ്ട്, പക്ഷെ മനുഷ്യരിലേക്ക് വരുന്ന സമയത്ത് ഒരു കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൈമറി ഇമോഷൻസിൽ നിന്ന് സെക്കൻഡറി ഇമോഷൻസിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് നാണം എന്നുള്ളത് നമ്മളുടെ ഒരു ഇമോഷനാണ്. വേറെ ഒരു ജീവിയിലും നാണം എന്നുള്ള ഇമോഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ റെയറാണ്. കുറ്റബോധം, ഇതൊക്കെ നമ്മളുടെ ഇമോഷൻസ് ആണ്, മനുഷ്യന്റെ ഇമോഷൻസ് ആണ്. ഒരു
പൂച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു നായ്ക്കുട്ടിക്കോ ഒന്നും കുറ്റബോധം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഗിൽറ്റ് എന്നുള്ള ഒരു എലമെന്റ് ഉണ്ടാവാൻ സാധ്യത. അവര് ഇപ്പൊ ഒരു കാക്ക അല്ലെങ്കിൽ ഒരു പൂച്ച അവർ ഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അവർക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ ലജ്ജ തോന്നില്ല. നമ്മളെ ചെറിയ കുട്ടികൾക്കും അതേപോലെ തന്നെയാണ്, അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുന്ന സമയത്ത്, സിവിലൈസ്ഡ് ആവുന്ന സമയത്ത്, സോഷ്യലൈസ്ഡ് ആവുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന കുറെ ഇമോഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇമോഷൻസിനെ കുറിച്ചൊക്കെയുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമോഷനുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എലമെന്റ് ആണോ, ഒരു സ്കില്ലാണോ എന്നാണ് മറ്റൊരു ചോദ്യം. എങ്ങനെ ഇമോഷണൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, എംപതി എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും? നമ്മളുടെ എന്താ പറയാ, പ്രൊഫഷണൽ സ്കിൽ എന്ന നിലയിൽ എങ്ങനെ നമുക്ക് ഇമോഷണലി ഇന്റലിജന്റ് ആവാൻ പറ്റും? ഒരു കൗൺസിലർ എന്ന നിലയിൽ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ട്രെയിനിങ് നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? ഒരു എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ്, ഒരു സോഫ്റ്റ് സ്കിൽ എന്ന നിലയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം കൗൺസിലർ എന്ന നിലയിൽ നമ്മളുടെ ഒരു പേഴ്സണൽ ഡ്യൂട്ടി എന്നൊക്കെ രീതിയിൽ നമുക്കതിന് കാണാൻ, നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എന്താ പറയുക ഡെവലപ്മെന്റ് ആണ്. സെൽഫ് ഡെവലപ്മെന്റ്, സെൽഫ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് എംപത്തറ്റിക്കൽ ആവുക, ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, ഇമോഷണൽ കോമ്പിറ്റൻസി ഉണ്ടാവുക, ബെറ്റർ സോഷ്യൽ റിലേഷൻഷിപ്സ് ഉണ്ടാവുക. നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ഒരു അച്ചീവ്മെന്റ് ഉണ്ടായെന്ന് വിചാരിക്കും. നമ്മളെ കൂടെയുള്ള ഒരാൾക്ക് നല്ല ഒരു ഇവന്റ് അയാളുടെ ലൈഫിൽ ഉണ്ടാവുകയാണ്. സോ ഇമോഷണലി ഇന്റലിജന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ നല്ല ഇവന്റ് നിങ്ങൾക്കും സന്തോഷം തരും. ജനറലി ഈ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഫാക്ടർ കുറഞ്ഞിരിക്കുന്ന ആള് കൂടെയുള്ള ഒരാള് രക്ഷപ്പെട്ടു പോകുമ്പോൾ അയാളോട് കുശുമ്പ്, അസൂയ പോലുള്ള ഇമോഷൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ അത് നോർമലാണ്. അങ്ങനെയുള്ള തോട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിനെ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം. നമ്മളെ കൂടെയുള്ള ഒരാള് രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത്, അയാൾക്ക് നല്ല ലൈഫ് ഇവന്റ്സ് ഉണ്ടാവുന്നു, അയാൾ സക്സസ്ഫുൾ ആവുന്ന സമയത്ത് നമ്മൾ അയാളോട് അസൂയപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോഷണൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മള് അത് ഒരു നെഗറ്റീവ് ഇമോഷനിലാണ് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന് പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഹെൽത്തി ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി അവിടെ വരുന്നുണ്ട്. മെജോറിറ്റി കേസസിൽ ഈ ഡിറ്റക്ഷൻ ഉണ്ടാവില്ല. നമുക്കൊരാളോട് തോന്നുന്ന നെഗറ്റീവ് ഇമോഷൻസ്, ദേഷ്യം വരുന്നു, നമുക്കൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ദേഷ്യം വരുന്നു. ചെറിയൊരു കുട്ടി, 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടി, നമ്മള് വീട്ടിലുള്ള അനിയനോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ ഉണ്ടാവും. ഈ കുട്ടി ആ കുട്ടിയുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് വളരെ മോശമായിട്ട്, വെറുപ്പിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മളത് ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടോ ശല്യം ചെയ്യുന്നതായിട്ടോ തോന്നും. നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾ വന്നിട്ട് നമ്മൾ ഹെഡ്സെറ്റ് പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ ആ ഇതിന്റെ ചാർജർ ഊരുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് കളിയാണ്, പക്ഷെ നമുക്ക് ദേഷ്യമായിരിക്കും വരുന്നുണ്ടാവുക. ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ നമ്മളുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് വളരെ കൂടുതൽ. സോ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരു 4 വയസ്സുള്ള കുട്ടി ഇത്രയും ഏജ്ഡായാലും നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് ലോജിക്കലല്ല. ഓക്കെ, നമുക്ക് പക്ഷെ 4 വയസ്സുള്ള കുട്ടിയെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളും കുട്ടികളെ ധാരാളം കാണുന്നതാണ്. അല്ലെങ്കിൽ അവരെക്കാളും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന എലമെന്റ് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളുടെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് കുട്ടിയെ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് അവര് ഇങ്ങോട്ട് തിരിച്ച് ചെയ്യണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അവർക്ക് അതിന് പറ്റിക്കോളുന്നുണ്ടാവില്ല. അപ്പൊ അവർക്കത് പറ്റുന്നില്ല എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ച് അവിടെ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബിഹേവിയർ ആ റിലേഷൻഷിപ്പില് ഹെൽത്തി ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങൾ പറയുന്നത് കുട്ടി മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള പ്രായത്തിലാകുമ്പോൾ ഈ പറയുന്ന രീതിയിൽ മാറ്റം വരുത്തണം. ഇപ്പം മിക്കവാറും പാരന്റ്സ് അവരുടെ കുട്ടികളെ ഒരുപാട് ഗൈഡ് ചെയ്യാറുണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കാറുണ്ട്, ഉപദേശിച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഈ കൊടുക്കുന്ന ഉപദേശം കുട്ടികളിൽ യാതൊരു മാറ്റം ഉണ്ടാക്കുന്നില്ലെങ്കിലും കുട്ടികളുടെ ബിഹേവിയർ ഡേ ബൈ ഡേ എന്താ പറയാ മോശമായി ഡീവിയന്റ് ആയി പോകുന്ന സമയത്തും സെയിം പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് പാരന്റ്സ് നടത്തുന്നത്.
അവർ അതിന്റെ ഇന്റൻസിറ്റി സെയിം പാറ്റേണിൽ കൂട്ടി 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 കൊണ്ടുപോവാണ് ചെയ്യുന്നത്. സോ ഇവരുടെ കമ്മ്യൂണിക്കേഷനാണ് മിക്കവാറും ഇവരുടെ ഈ ഉപദേശവും നന്നാക്കാനുള്ള ശ്രമങ്ങളും ആയിരിക്കും കുട്ടിയെ കൂടുതൽ കൂടുതൽ ഇവരിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള പ്രാക്ടീസസോ അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ഡീവിയൻ ബിഹേവിയേഴ്സിലേക്കും കൊണ്ടുപോകുന്നുണ്ടാവുക. സോ ഓട്ടോമാറ്റിക്കലി പാരന്റിങ്ങിന്റെ മിസ്റ്റേക്സ് ആണ് കുട്ടികളുടെ മിസ്ബിഹേവിയേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇത് പാരന്റ്സ് മനസ്സിലാക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. അവിടെയാണ് അവർ ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ള എലമെന്റ് കുറഞ്ഞു പോകുന്നത്. അവിടെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾക്ക് കുട്ടിയെ വളർത്താൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾക്ക് വളരെ ഭംഗിയായിട്ട് കുട്ടിയെ മാനേജ് ചെയ്യാൻ പറ്റും. ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ സ്റ്റുഡൻസിനെ നന്നായി ഹാൻഡിൽ ചെയ്യും. പക്ഷെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, അവർക്ക് ഒരുപാട് ഇന്റലക്ച്വൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് നമുക്ക് അറിയണ്ടാവും. പക്ഷെ അവർ കുട്ടികളുമായിട്ട് യാതൊരു ഹെൽത്തി റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മളുടെ തന്നെ എക്സ്പീരിയൻസിൽ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒറ്റ കുട്ടിക്കും കണ്ടുകൂടാത്ത ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. സോ their intelligence never matters in social relationships. അത് മറ്റൊരു എലമെന്റ് ആണ്. അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ അവരുടെ അക്കാദമിക് പെർഫോമൻസ് എന്നൊക്കെയുള്ള രീതിയിൽ ലിമിറ്റ് ചെയ്ത്, അത് സോഷ്യൽ സിനാരിയോയിൽ ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ ഇന്റലിജന്റ് ആവുക എന്നുള്ളത് വലിയ കാര്യമല്ല. ഇമോഷണലി ഇന്റലിജന്റ് ആവുക എന്നുള്ളതാണ് ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ. നിങ്ങൾ പൊളിറ്റീഷ്യൻസിനെ എടുത്ത് നോക്കൂ. ഒരു പൊളിറ്റീഷ്യന് അയാളുടെ സോഷ്യൽ റിലേഷൻഷിപ്സിൽ എത്തിച്ചേരാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റി വേറൊരാൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. അവരുടെ പൊളിറ്റീഷ്യൻസിന്റെ ലൈഫ് സ്പാൻ തന്നെ വളരെ കൂടുതലാണ്. പൊളിറ്റീഷ്യൻസ് വളരെ കൂടുതൽ കാലം ജീവിക്കുന്നുണ്ട്. മിക്കവാറും പൊളിറ്റീഷ്യൻസിന്റെ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ്, സെലിബ്രിറ്റീസ്, അങ്ങനെയുള്ള ആൾക്കാരിൽ പലരും വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന അവരുടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ള ഒരു എലമെന്റ് കാരണം. അവർക്ക് ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും, എല്ലാവരുടെ അടുത്തേക്ക് ആക്സെപ്റ്റഡ് ആയിരിക്കും, എല്ലാവരോടും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ, എല്ലാവരുടെ അടുത്തും നല്ല ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. അല്ലാത്ത ആൾക്കാരും ഉണ്ടാവാം ഒബ്വിയസ്ലി, എന്നാലും നല്ല രീതിയിൽ പൊളിറ്റിക്കലി റിലേറ്റഡ് ആവുന്ന ആൾക്കാർക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ളതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇത് പിന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ കൗൺസിലർ എന്ന നിലയിൽ ഡെവലപ്പ് എ ക്ലാസ് റൂം സെഷൻ വിത്ത് ആക്ടിവിറ്റീസ് ഫോർ സ്കൂൾ ചിൽഡ്രൻ ടു മാനേജ് ഇമോഷൻസ്. നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം. നിങ്ങളുടെ ഒരു സ്കൂൾ സ്റ്റുഡൻറ് എന്ന നിലയിൽ ഒരു ക്ലാസ് റൂമിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ സെറ്റ് ചെയ്യാം. എന്താ പറയാം, ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ള ഒരു ഫാക്ടർ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ, ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാന്ന് മനസ്സിലാവും. സോ കുട്ടികളിൽ ഇമോഷണൽ കോമ്പിറ്റൻസി, ഇമോഷണൽ മെച്യൂരിറ്റി, ദെൻ അണ്ടർസ്റ്റാൻഡിങ്, ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്, ഇങ്ങനെയൊക്കെയുള്ള എലമെന്റ്സ്, ബെറ്റർ സോഷ്യൽ റിലേഷൻഷിപ്സ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇവന്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ആ ഒരു ഇവന്റ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ അറേഞ്ച് ചെയ്യാം, ഇത് ആണ് നിങ്ങൾ ഒരു ചെറിയൊരു റൈറ്റപ്പ് ആയിട്ട് എഴുതി പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ അതില് ഗെയിംസ് യൂസ് ചെയ്യാം, ഡ്രാമ യൂസ് ചെയ്യാം, പസിൽസ് യൂസ് ചെയ്യാം, ഓക്കെ. അല്ലെങ്കിൽ സോങ്, ഡാൻസ്, മ്യൂസിക്, പെയിന്റിങ് യൂസ് ചെയ്യാം. അതൊക്കെ ഞാൻ കുറച്ച് സജഷൻസ് ആയിട്ട് തരുന്നു എന്നുള്ളൂ. ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ള ഒരു ഇഷ്യൂ, ഇപ്പം ഒരു ഗെയിം എന്നുള്ള ഇവന്റിൽ കുറെ ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഗെയിമിന്റെ ഫെയിലിയർ എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്, സക്സസ് എന്നുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഫെയിലിയറും സക്സസും വരുന്ന സമയത്ത് രണ്ട് വ്യക്തികളുടെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. സോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളും ഫെയിലിയർ ആയിട്ടുള്ള ഒരാളും, ഈ രണ്ടാൾക്കാരുടെയും സക്സസും ഫെയിലിയറും അവരുടെ ഇമോഷൻസിൽ ഉണ്ടാക്കുന്ന ഫ്ലക്ച്വേഷൻസ്, ഇത് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ എങ്ങനെ ബാധിക്കപ്പെടാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇമോഷണൽ ഇന്റലിജൻസിന്
ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ആക്ടിവിറ്റി ജനറേറ്റ് ചെയ്തെടുക്കാൻ എങ്ങനെ പറ്റും എന്നാണ് ആലോചിക്കുന്നത്. ഇപ്പം ഒരു കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ടാസ്ക് നമുക്ക് ഡ്രാമ പോലുള്ള കാര്യങ്ങൾ, റോൾ പ്ലേ പോലുള്ള കാര്യങ്ങൾ അതിൽ ചെയ്യാം. ഒരു പെർട്ടിക്കുലർ റോള് ചെയ്യുന്നു, മറ്റൊരാള് വേറൊരു റോള് ചെയ്യുന്നു. ഇപ്പോൾ ഒരു റോൾ പ്ലേ എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു ടീച്ചറായിട്ട് ബിഹേവ് ചെയ്യുന്നു, മറ്റൊരാൾ സ്റ്റുഡൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ ടീച്ചർ അടുത്ത് സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയാൻ പറയുന്നു, കുറേ നിർദ്ദേശങ്ങൾ, കുറേ ഇൻസ്ട്രക്ഷൻസ് പറയും. ടീച്ചർ പറയുന്നതൊക്കെ സ്റ്റുഡൻറ്റ് ഒബേ ചെയ്യുന്നതായിട്ട് ഒരു സിറ്റുവേഷൻ ജനറേറ്റ് ചെയ്യാം. അപ്പൊ ടീച്ചർ സ്റ്റുഡന്റിനെ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യിക്കുന്നു എന്ന് വിചാരിക്കും. ഒരു 5 minutes ടൈമിൽ കുറെ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുന്നു, കുറെ എന്താ ടാസ്കുകൾ, കുറെ വർക്കുകൾ കൊടുക്കുന്നു, കുറെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഈ സ്റ്റുഡന്റ് ആയിട്ടിരുന്ന ആ പാർട്ടിസിപ്പന്റിനെ ടീച്ചറായിട്ട് റോൾ പ്ലേ ചെയ്യുക, ടീച്ചർ ആയിരുന്ന ആളെ തിരിച്ച് സ്റ്റുഡന്റ് ആക്കുക. ഓക്കെ, ഈ റോൾ പ്ലേന്റെ ഒരു കീ ഫാക്ടർ ഇവിടെയാണ് എടുക്കുന്നത്. ഒരു റോള്, രണ്ട് വ്യക്തികളുടെ ഇടയിൽ ഒരു റോള് ഉണ്ടായിരിക്കുക, ആ റോള് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ അവിടെ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യും. നെക്സ്റ്റ് സെക്ഷനിൽ ഈ റോള് റിവേഴ്സ് ചെയ്യാം. നേരത്തെ ടീച്ചർ ആയിരുന്ന ആളെ സ്റ്റുഡന്റ് ആക്കുക, നേരത്തെ സ്റ്റുഡന്റ് ആയിരുന്ന ആളെ ടീച്ചർ ആക്കുക, എന്നിട്ട് സെയിം കാര്യം ചെയ്യിക്കുക. അപ്പൊ അവിടെ ഒരു റിയലൈസേഷൻ വരും. അപ്പൊ ഈ ടീച്ചറായി ഒരാളെ നമ്മൾ ഏൽപ്പിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്നത് അയാൾ ടീച്ചറാണ്, ഡോമിനന്റ് ആയിട്ടുള്ള റോളാണ്, അയാൾ കുറെ ഇൻസ്ട്രക്ഷൻസ് ഡോമിനേറ്റ് ചെയ്ത് അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റുഡന്റ് ആയിട്ടുള്ള ആള് ഒരു സബ്മിസീവ് ലെവലായിരിക്കും, റോള് കുറെ റിസീവ് ചെയ്യും, ആ സമയത്ത് കുറച്ചൊക്കെ ഡിസൊബേ ചെയ്യുക, എന്ത് വേണമെങ്കിലും അവിടെ സംഭവിക്കാം. പക്ഷെ ഇത് റിവേഴ്സ് ചെയ്ത് വരുന്ന സമയത്ത് പിന്നെ ഇമോഷണൽ ഇന്റലിജൻസിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് അവിടെ നടക്കുക. നേരത്തെ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ സ്റ്റുഡന്റ് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഡിസൊബേ ചെയ്യുന്നതായിരിക്കും. ഇതേ സ്റ്റുഡന്റ് പിന്നെ ടീച്ചറായി വരുമ്പോൾ ആ നേരത്തെ ടീച്ചറായിരുന്ന ആള് ഇതിനേക്കാളും ഡിസൊബീഡിയൻസ് കാണിക്കും. അല്ലെങ്കിൽ നേരത്തെ ടീച്ചറായിരുന്ന ആള് ചിലപ്പോൾ പനിഷ്മെന്റിന്റെയും അല്ലെങ്കിൽ ഫോഴ്സ് ഇമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി ഡോമിനേഷൻ കാണിക്കുന്നതായിട്ടുള്ള റോളൊക്കെ വരും. അപ്പൊ ഇതൊക്കെ സഹിച്ചിട്ട് നിന്ന ഈ സ്റ്റുഡന്റ് കുറച്ച് കഴിയുമ്പോൾ ടീച്ചർ ആയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവര് നേരത്തെ ചെയ്തതിനേക്കാളും കൂടുതൽ പനിഷ്മെന്റ് പാറ്റേൺസോ അല്ലെങ്കിൽ ഹാർഡ് ടാസ്കുകൾ, കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ടാസ്കുകൾ കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. സോ ഇതിന്റെ ശേഷം ഈ രണ്ട് സെഷനും റോൾ റിവേഴ്സൽ നടന്നതിന് ശേഷം ഒരു ട്രെയിനർ എന്ന നിലയിൽ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിനെ നെറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇമോഷണൽ കോമ്പിറ്റൻസ്, ഇമോഷണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ എംപതി എന്നൊക്കെയുള്ള അവസ്ഥയിൽ അവര് റിയൽ ലൈഫിൽ കടന്നു പോവാണ്. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഒരു ടാസ്ക് ഞാൻ പറഞ്ഞത്. സോ ഇതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു സ്കൂൾ സിനാരിയോയിൽ ഒരു ഗെയിമോ ഒരു പെയിന്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഡ്രാമയോ അല്ലെങ്കിൽ മ്യൂസിക് എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആലോചിച്ച് കണ്ടെത്താൻ പറ്റുന്ന ഇമോഷണൽ ഇന്റലിജൻസ് അവരെ ട്രെയിൻ ചെയ്ത് കൊടുക്കാൻ പാകത്തിനുള്ള ഒരു ടാസ്ക്, ഒരു ഗെയിം, ഒരു ഇവന്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ചെറിയൊരു നെറേഷൻ, അതിന്റെ ഒരു പ്രൊസീജിയർ, അതിന്റെ ഒരു എന്താ പറയുക, ആദ്യം ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂവിൽ ഗോൾഡ്മാൻ പറയുന്നതൊക്കെ ബന്ധപ്പെട്ട ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ദെൻ നിങ്ങൾ ഈ ഒരു ടാസ്ക് ചെയ്യുക. ഈ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് ഈ ഒരു ടാസ്ക് ചെയ്യുന്നത് കൊണ്ട് ഇമോഷണൽ ഇന്റലിജൻസിൽ ട്രെയിനിങ് കിട്ടുന്ന രീതിയിലുള്ളത് എന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം. നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.
മൂന്ന് ടെസ്റ്റാണ് പറഞ്ഞാൽ നാലെണ്ണോ ഒന്നുകൂടി പറയും, കേട്ടില്ല. മൂന്നെണ്ണോ നാലെണ്ണോ നമ്മളിപ്പോ ചെയ്യേണ്ടത്? നിങ്ങളൊരു കേസ് സ്റ്റഡി വെച്ചോളൂ. കേസ് സ്റ്റഡി വെക്കുന്നത് നല്ലതാണ്. അത് നിങ്ങൾ ഓൾറെഡി ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അത് വരും. പിന്നെ 2 ക്വസ്റ്റ്യനെയർ വരും. ഓക്കെ. പിന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു സ്കൂൾ സിനാരിയോയിൽ ഒരു ടാസ്ക്, 4 കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ബട്ട് സാർ അവിടെ പോസ്റ്റ് ചെയ്ത വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ആൻസൈറ്റി അങ്ങനെയാണ് പറയണത്. ബട്ട് ദിസ് നോട്ട് മെൻഷൻഡ്. ഇമോഷണൽ ഇന്റലിജൻസിനെ പറ്റിട്ട് എഴുതാനായിട്ടില്ല, ഉണ്ടായിട്ടില്ല. സോ വി ഹാവ് ടു ആഡ് ഇറ്റ്, നോ? ഓക്കെ, ഇമോഷണൽ ഇന്റലിജൻസ് വേറെ ഒരു ടാസ്ക് ആണ്, വേറൊരു ഒരു പ്രാക്ടിക്കലാണ്. ഓക്കെ, മറ്റേത് എക്സാമിന് ഇങ്ങനെ ഉണ്ടാവും സർ? എക്സാമിന് ഇതെല്ലാം ഉണ്ടോ? എക്സാം എങ്ങനെയാണ് ഓൺലൈനിൽ നടക്കുക എന്നുള്ള കാര്യം കൺഫേം അല്ല. അതിനെ കുറിച്ച് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾക്ക് എന്താ പറയാ, നമ്മൾ പ്രാക്ടിക്കൽ റെക്കോർഡ് ഈ 4 കാര്യങ്ങളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവണം. ഒരു കേസ് സ്റ്റഡി. ഓക്കെ. പിന്നെ എന്താ ഞാൻ ഇപ്പൊ പോസ്റ്റ് ചെയ്തിട്ടുള്ള പെർസീവ്ഡ് സ്ട്രെസ് സ്കെയിലിന്റെ ഒരു പ്രാക്ടിക്കൽ ഫ്രം ടൈറ്റിൽ ടു കൺക്ലൂഷൻ വരുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ. അതിൽ സ്ട്രെസ്സിന്റെ ഇൻട്രൊഡക്ഷൻ വരും, അതിന്റെ സ്കെയിലിന്റെ നമ്മള് സെയിം. അപ്പൊ 2 ക്വസ്റ്റ്യൻസ്, ഒരു കേസ് സ്റ്റഡി, ദെൻ ഒരു ആക്ടിവിറ്റി, ഒരു എന്താ പറയാ ഈ സ്കൂൾ ആക്ടിവിറ്റി, സ്കൂൾ ക്ലാസ് റൂമിൽ നടക്കാൻ പറ്റിയ ഇമോഷണൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിന് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി. അങ്ങനെ 4 ഹെഡില് 4 ആക്ടിവിറ്റി, 4 വർക്കുകളാണ് നിങ്ങൾ എനിക്ക് ഫയലായിട്ട് ഡോക്യുമെന്റ് ആയിട്ട് ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ അത് ഇതില് 3 കാര്യങ്ങൾ ഓൾറെഡി ഡൺ ആണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ടാസ്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് നിങ്ങള് എന്താ പറയാ, സ്കൂൾ സിനാരിയോയില് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ടാസ്ക് ഞാനിപ്പോ പറഞ്ഞ, ഞാൻ 3-4 സജഷൻ തന്നു. നിങ്ങൾക്ക് എന്തും ചെയ്യാം, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആദ്യം നിങ്ങൾ ഇമോഷണൽ ഇന്റലിജൻസ് ഒന്ന് പഠിക്കുക, എന്നിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കുക. അതിന്റെ ഫാക്ടേഴ്സ്, അതിന്റെ എല്ലാ ഡയമെൻഷനും ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. എംപതി മാത്രം വന്നാൽ മതി, ഇമോഷണൽ മെച്യൂരിറ്റി മാത്രം വന്നാൽ മതി, അല്ലെ ഇമോഷണൽ കോമ്പിറ്റൻസ് വന്നാൽ മതി. ഇപ്പൊ നമ്മള് ഇന്റർവ്യൂ, സ്ട്രെസ് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എടുക്കുന്ന ചില പാറ്റേൺസ് ആണ് ഇമോഷണൽ ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നോക്കാൻ. അതില് പേടി, അല്ലെങ്കിൽ നാണം, മടി, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഇമോഷൻസിലും ഏതെങ്കിലും ഒരു ഇമോഷനെ എടുത്തിട്ട് അതിനെ റിയലൈസ് ചെയ്യാൻ, അതിനെ ഇന്റലക്ച്വൽ ആക്കുന്ന, ഇമോഷണലി ഇന്റലിജന്റ് ആക്കുന്ന, ഇമോഷണലി കോമ്പിറ്റന്റ് ആക്കുന്ന, ഇമോഷണൽ മാനേജ്മെന്റ് ട്രെയിൻ ചെയ്യുന്ന ഒരു ഇവന്റ് നിങ്ങൾ സിമ്പിൾ ലാംഗ്വേജിൽ നറേറ്റ് ചെയ്യാം. ഓക്കെ, 4 ടാസ്കുകൾ. ഇനി നിങ്ങൾ ഇതൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ഫില്ല് ചെയ്യുക. ഈ ഗ്യാപ്പിൽ ഇന്റർവെല്ലിൽ ഇരുന്നിട്ട് ഡോക്യുമെന്റ് ഞാൻ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിൽ 10 ഐറ്റംസുകളും എന്നിട്ട് സ്കോർ ചെയ്തിട്ട് നമുക്ക് അടുത്ത സെഷനിൽ അത് നോക്കാം. അതിനെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ അപ്പൊ പറയാം. സക്കറിയ, നമ്മൾ സ്കോർ ചെയ്ത്